വാക്ക് പറയുകയാണെങ്കിൽ ഇത് ടേക്കൺ സിനിമയുടെ ഒരു റീമേക്ക് തന്നെയാണ് എന്ന് പറയാം. സിനിമയുടെ ഇന്റർവെൽ വരെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത്. കാരണം അത്രയും സൂപ്പർ ആയിരുന്നു സിനിമ കൊണ്ടുപോയ രീതി. മെയിൻ വില്ലൻ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലെ കോച്ചാണെന്ന് അറിയാം. അദ്ദേഹത്തിന്റെ ഇൻട്രോ സീൻ ഈ സിനിമയിൽ നല്ല ഒരു പുതുമ ഉണ്ടായിരുന്നു. നല്ല പുതിയൊരു ഇൻട്രോ ആയിരുന്നു. അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു വില്ലനാണ് എന്നുള്ള രീതിയിൽ കാണിക്കുകയും ചെയ്തു, പ്രസന്റ് ചെയ്യുകയും ചെയ്തു. അത് സിനിമേനെ വേറെ തലത്തിലേക്ക് എത്തിക്കുന്ന വിചാരിച്ച്. ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള വില്ലൻ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഒന്നും അല്ലാണ്ടായിപ്പോയി. അങ്ങനെയല്ല ക്ലൈമാക്സിൽ ആ വില്ലനെ ട്രീറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അതാണ് ഈ സിനിമയിലെ മിക്കവരും പോരാ, കുഴപ്പമില്ല എന്ന് പറയുന്നത്. നായകനെ മാത്രമല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ സബ് ക്യാരക്ടേഴ്സിനും ഓരോരോ മാസ് സീനുകൾ ഇന്റർവെല്ലിന് ശേഷം എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം സിനിമയെ സഹായിച്ചിട്ടുണ്ട്. ഒരു ചേസ് സീൻ ഉണ്ട്, അതിൽ യൂസ് ചെയ്ത ക്യാമറ വർക്ക് ഭയങ്കര സൂപ്പർ ആയിരുന്നു. ഹെലി ക്യാമാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹെലി ക്യാം എല്ലാത്തിലും ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് ഓരോ സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവ് പോലെ. ആ കഴിവ് എന്തായാലും ജോമോട്ടി ജോണിന് ഉണ്ട്. ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്റർവെൽ ബ്ലോക്കിന് യൂസ് ചെയ്ത മ്യൂസിക്കാണ് ഏറ്റവും സൂപ്പർ ആയിരുന്നത്. ഹോളിവുഡ് സ്റ്റൈലിലാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മ്യൂസിക്കും ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെ കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു കേരളീയ രീതിയിൽ മാറ്റാൻ പാടില്ലായിരുന്നു. സിനിമ ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സിനിമയിലെ ക്ലൈമാക്സിൽ എന്തായാലും ഒരു അഡ്രിനാലിൻ റഷ് വേണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ക്ലൈമാക്സിൽ ആ അഡ്രിനാലിൻ റഷ് ഉണ്ടായിരുന്നില്ല. അതുണ്ടെങ്കിൽ എന്തായാലും ഈ സിനിമ എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയി ഉണ്ടാവും. എബവ് ആവറേജ് രീതിയിലാണ് സിനിമയുടെ അഭിപ്രായവും സിനിമ പോകുന്ന രീതിയും.